അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു മലയാളി വിദ്യാർത്ഥിനി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. തൻ്റെ സ്വന്തം സഹപാഠിയായ കൂടെ പഠിക്കുന്ന മറ്റൊരു മലയാളി വിദ്യാർത്ഥിയാണ് കൊല ചെയ്തത് എന്നത് മനുഷ്യത്വമുള്ള മനസാക്ഷിയുള്ള എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന അങ്ങേയറ്റം ഖേദകരമായ ഒരു കാര്യമാണ്. ആ കുടുംബത്തിന് കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് തീർച്ചയായും നീതി കിട്ടേണ്ടതുണ്ട്. പ്രതിക്ക് അർഹമായ ശിക്ഷ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നൽകേണ്ടതുമുണ്ട്. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആമുഖമായി പറയുകയാണ്. അതേസമയം പ്രസ്തുത സംഭവത്തെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളത്തിലെ BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള വി മുരളീധരൻ ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കളും ശശികലയെ പോലെയുള്ള വിവിധ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വവും തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിടുകയും അവാസ്തവമായ കാര്യങ്ങളും വ്യാജ പ്രചാരണങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയകളിലും പത്രസമ്മേളനങ്ങളിലും വന്ന് നടത്തിക്കൊണ്ട് ദാരുണമായ ഒരു മരണത്തെപ്പോലും, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മരണത്തെപ്പോലും തങ്ങളുടെ നീചമായ നെറികെട്ട താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഒരു കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉക്രൈൻ വാർ സംഭവിച്ചപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം പെരുവഴിയിലായി. അവർക്ക് തുടർന്ന് പഠിക്കാൻ സ്വാഭാവികമായിട്ടും ഉക്രൈനിലേക്ക് പോകാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് 2ാം വർഷവും 3ാം വർഷവും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഠനം പൂർത്തിയാക്കാനുള്ള വഴികൾ അടഞ്ഞപ്പോൾ എല്ലാ രാജ്യങ്ങളും എല്ലാ സർവകലാശാലകളും അത്രയും കുട്ടികളെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ ട്രാൻസ്ഫറായിട്ട് വന്നാൽ പോലും സ്വീകരിക്കാൻ തയ്യാറല്ലാത്തൊരു സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാവുകയും അവരുടെ പഠനം പൂർത്തിയാക്കാൻ ആവശ്യമായ സഹായങ്ങൾ വാഗ്ദാനം നൽകുകയും അതിനാവശ്യമായ സാഹചര്യങ്ങൾ നൽകുകയും ചെയ്ത ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. അങ്ങനെ ഉക്രൈൻ വാറിന് ശേഷം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറായി കേന്ദ്ര സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോവുകയും അവിടെ തുടർ പഠനം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട പലരും പഠിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു. അത്തരത്തിൽ ഇന്ത്യയുമായിട്ട് വളരെ മികച്ച നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സംഭവം, ഇവിടെയുള്ള സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റി ഒരു മതപരിവർത്തന കേന്ദ്രമാണ്, അല്ലെങ്കിൽ അവിടെയുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ ലവ് ജിഹാദാണ് നടക്കുന്നത്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ ഒരുമിച്ച് ഒരു ഹോസ്റ്റലിലാണ് താമസിപ്പിക്കുന്നത്, എന്നിട്ട് നമ്മൾ ഈ സസ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ അവിടെ ഇവരെ പ്രണയിപ്പിക്കുകയും അതിലൂടെ മതം മാറ്റുകയൊക്കെ ചെയ്യുന്ന ഭീകരമായ സംഗതികളാണ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടക്കുന്നത്. അങ്ങനെയാണ് ഈ കൊലപാതകം സംഭവിച്ചത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പാണക്കാട് റഷീദ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു കമ്പനി, അവരിവിടെ നിന്ന് അഡ്മിഷൻ ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ്. അവരുടെ പരസ്യങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്ന് മറ്റൊരു തരത്തിൽ വളരെ വ്യാജമായ ചിത്രീകരണങ്ങൾ നടത്തുകയും അവിടെയുള്ള കുട്ടികളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും വർഗീയമായ ഒരു മുതലെടുപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം എന്ന് കരുതിയതാണ്. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം, ഇപ്പം നമ്മുടെ നാട്ടിൽ മലയാളികൾ കുറേ ഇതിനൊക്കെ ഏത് തരത്തിലാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള വ്ളോഗുകൾ മുഴുവനും കേരള സ്റ്റോറി യാഥാർത്ഥ്യമാണ്, കണ്ടില്ല എന്നൊക്കെ ഇതിനൊരു ഉദാഹരണമാക്കിക്കൊണ്ട് അങ്ങേയറ്റം നെറികെട്ട
പാണക്കാട് തങ്ങന്മാരുടെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് വളരെ നെറികെട്ട രൂപത്തിലുള്ളൊരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവിടുത്തെ വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ കേട്ടൊരു കാര്യം, ഇവർ പറയുന്നതിൻ്റെ നേരെ എതിർദിശയിൽ, ഉസ്ബെക്കിസ്ഥാനെ നമുക്കറിയാം കുറേ കാലം സോവിയറ്റ് കോളനിയായിരുന്നു, സോവിയറ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോഴും അതിൻ്റെ ചില ബാക്കി പത്രങ്ങൾ നിലനിൽക്കുന്ന, ഇപ്പോൾ അവിടെ മതപരമായ ചടങ്ങുകൾ നടത്തുക, സംഗമങ്ങൾ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരുപാട് സാങ്കേതികമായ പ്രയാസങ്ങളുണ്ട്. വളരെ ഒരു സെക്യുലർ സ്വഭാവത്തിലുള്ള സ്റ്റേറ്റാണ്. പ്രത്യേകിച്ച് അവർ മതപരമായ ചടങ്ങുകളെയൊക്കെ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കാത്തൊരു സ്വഭാവം കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ ഗവൺമെൻറ്റിൽ നിലവിലുള്ളത്. അത്തരത്തിലുള്ളൊരു രാജ്യത്തെക്കുറിച്ച്, സർവകലാശാലയെക്കുറിച്ച് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ജുമുഅക്ക് പള്ളികളിൽ പോകുന്നതിൽ പോലും തടസ്സം നേരിട്ട സംഭവങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളാണ് സെൻട്രൽ ഏഷ്യയിലെ ഈ സ്ഥാൻ കൺട്രീസിലെ പല യൂണിവേഴ്സിറ്റികളും പല രാജ്യങ്ങളും. ഈ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കൊലപാതകം സംഭവിച്ച യൂണിവേഴ്സിറ്റി ഉസ്ബെക്കിസ്ഥാനിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ താഷ്കെൻറ്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ആൻഡിജൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അവിടെയുള്ള ഓരോ സ്റ്റേറ്റുകൾ, ഓരോ റീജിയണലുകൾ, അവിടെയൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കീഴിൽ നടക്കുന്ന യൂണിവേഴ്സിറ്റികൾ. അതിലൊന്നാണ് ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ താഷ്കെൻറ്റിൽ നിന്ന് ഏകദേശം 12-13 മണിക്കൂർ ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ് ബുഖാറ എന്ന് പറയുന്നത്. അവിടെയുള്ളൊരു ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, നിലവിൽ ഏകദേശം 1500ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രസ്തുത യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ 600 മലയാളി വിദ്യാർത്ഥികളുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റൽ സംവിധാനങ്ങളുണ്ട്. ആൺകുട്ടികൾക്ക് പ്രത്യേക ഹോസ്റ്റൽ ബ്ലോക്കുകളുണ്ട്, പെൺകുട്ടികൾക്ക് പ്രത്യേക ഹോസ്റ്റൽ ബ്ലോക്കുകളുണ്ട്. ഇതൊക്കെയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ സ്വഭാവം. ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനി അഡ്മിഷൻ ചെയ്യുന്നു എന്ന പരസ്യമൊക്കെ കാണിച്ചുകൊണ്ട് ശശികല ടീച്ചർ, കണ്ടില്ലേ ഈ ഇബ്നു സീന എന്ന പേരിലാണ് ഈ യൂണിവേഴ്സിറ്റി, പാണക്കാട് തങ്ങൾ അവിടേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നു, ഇതൊരു വലിയ മതപരിവർത്തന കേന്ദ്രമാണ്, ലവ് ജിഹാദാണ്. ഇതിനെക്കുറിച്ച് അറിയുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ, ഇപ്പോൾ വിവിധ മതസ്ഥരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ കൃത്യമായി എന്താണ് സംഘപരിവാർ കേന്ദ്രങ്ങളെന്നും അവരുടെ ചിത്രീകരണങ്ങൾ എങ്ങനെയാണെന്നും ആ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സഹായിച്ചൊരു പ്രശ്നം കൂടിയാണിത്. ഈ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഏകദേശം 15ഓളം 12-13 കോൺട്രാക്ടേഴ്സ്, ഇന്ത്യൻ കോൺട്രാക്ടേഴ്സ് ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ഇവർ ത്രൂ ആണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവർ അഡ്മിഷൻ എടുക്കുക. അതിൽ 2 കോൺട്രാക്ടേഴ്സാണ് കേരള ബേസ്ഡ് ആയിട്ടുള്ളത്. ബാക്കി മുഴുവൻ കമ്പനികളും 10ലധികം കമ്പനികൾ നോർത്ത് ഇന്ത്യൻസിൻ്റെതാണ്. അതിലൊന്ന് ആന്ധ്രാപ്രദേശിലെ BJPയുടെ സംസ്ഥാന നേതാവായ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ മുൻ സംസ്ഥാന സെക്രട്ടറിയായ ഡോക്ടർ രാജ്. ഈ ഡോക്ടർ രാജിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ദിവ്യ രാജിൻ്റെയും നേതൃത്വത്തിലുള്ള നിയോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിൽ ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ട പെൺകുട്ടി പ്രസ്തുത യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെയുള്ള മീഡിയകളിൽ മുഴുവൻ ചർച്ച ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ ചെയർമാനായിട്ടുള്ളതോ അത്തരത്തിലുള്ള ഏതെങ്കിലും കമ്പനികളുണ്ടോ എന്ന് തപ്പിക്കണ്ടുപിടിച്ച് അതിനെ ഇതിലേക്ക് വലിച്ചിട്ട് ഇത്രയും വ്യാജമായ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഇതിൻ്റെ വസ്തുത നേരെ തിരിച്ചാണ്. ആന്ധ്രാപ്രദേശിലെ BJPയുടെ പ്രമുഖ നേതാവായ ഡോക്ടർ രാജും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ദിവ്യ രാജും, ഈ 2 പേരും എനിക്ക് പരിചയമുള്ള ആളുകളും കൂടിയാണ്. ഇവരുടെ നേതൃത്വത്തിലുള്ള നിയോ എന്ന് പറയുന്ന കമ്പനി മുഖേനയാണ് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി പ്രസ്തുത യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഞാനതിൻ്റെ കോൺട്രാക്റ്റ് രേഖകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ്. അതിനർത്ഥം ആ ഏജൻസി അതിൽ പ്രതിയാണ് എന്നോ ഈ പറഞ്ഞ BJPയുടെ നേതാക്കൾക്ക് ഇതിലേതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ കമ്പനിയോ ഈ വ്യക്തികളോ ഇവിടെ ചിത്രത്തിലേ ഇല്ല. ദേശീയ തലത്തിൽ മുഴുവൻ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രചരിപ്പിക്കുന്നത് ഈ കുട്ടിയുമായോ ഇവരുടെ അഡ്മിഷനുമായോ ഒരു ബന്ധവുമില്ലാത്ത മുസ്ലിം നേതാക്കളെയും
മുസ്ലിം നാമധാരികൾ നടത്തുന്ന കമ്പനികളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങേയറ്റം നീചമായ ആലോചിച്ചു, ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ദാരുണമായ മരണത്തെപ്പോലും വളരെ വൃത്തികെട്ട മുതലെടുപ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് തന്നെ എന്താണ് സംഘപരിവാർ സംഘടനകളുടെ ഒരു ആകത്തുക, എന്താണ് അതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ആൺകുട്ടിയും കഴിഞ്ഞ വർഷം, ഒരു വർഷമാകുന്നേ ഉള്ളൂ അവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും അവരുടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ തന്നെയാണ് ആദ്യം അഡ്മിഷൻ എടുക്കുമ്പോൾ അവർ പോകുക. അതിനുശേഷം ഈ കുട്ടികൾ തമ്മിൽ പ്രണയത്തിലാവുന്നു. ആൺകുട്ടി പിന്നെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്ന് ഒഴിഞ്ഞ് പുറത്തൊരു വാടക വീടെടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നതാണ്, പുറത്തൊക്കെ പോകുന്ന കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ഹോസ്റ്റലിൽ അതാണ് പ്രശ്നമാണ്, ഫുഡ് പോരാ, ഇങ്ങനെയൊക്കെ. കാരണം അവർക്കൊരു ഫ്രീഡം വേണം. അപ്പോൾ അവർ ഹോസ്റ്റലിനെയും മറ്റൊക്കെ കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവിടുന്ന് പാരൻസിനെ കൺവിൻസ് ചെയ്ത് പുറത്ത് ചാടി ഒരു വാടക വീടൊക്കെ എടുത്ത് നിൽക്കും. അതൊരിക്കലും സേഫല്ല. പുറത്തുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എപ്പോഴും ഒരു ഉത്തരവാദിത്തപ്പെട്ട കമ്പനികളുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് എപ്പോഴും സേഫ്. പക്ഷേ ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ അറിവോടെയാകാം പുറത്തൊരു വാടക വീടെടുക്കുന്നു. ഈ വാടക വീട്ടിലാണ് ഈ കുട്ടി ഇപ്പോൾ താമസിക്കുന്നത്. അത് ഏതാനും കാലമായിട്ടേ ഉള്ളൂ അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ വാടക വീട്ടിലേക്ക് ഈ പെൺകുട്ടിയെ ഈ കുട്ടി കൊണ്ടുവരുന്നു. ഇതിനു മുമ്പും കൊണ്ടുവരാറുണ്ട് എന്നും അവരോട് ഒരുമിച്ച് താമസിക്കാറുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് നിയമപരമായ സംവിധാനങ്ങളൊക്കെയാണ്. ഈ സംഭവം നടന്ന ദിവസം ഈ ആൺകുട്ടിയുടെ പ്രതിയുടെ അവൻ വാടകയ്ക്കെടുത്ത വീട്ടിലുണ്ട്. അവരൊരുമിച്ചാണെന്ന് സമയം ചെലവഴിച്ചത്. അതിനിടയിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ എന്തോ സംഭവിക്കുന്നു. ഇവളെ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിക്കുന്നു. അതല്ലാതെയും ചില അക്രമങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ട് എന്നും കൈക്കും നട്ടലിനൊക്കെ പരിക്കുകളുണ്ട് എന്നൊക്കെ അറിയുന്നു. അതിനുശേഷം അവൻ സ്വബോധത്തിലേക്ക് വന്നതിൻ്റെ ശേഷം അവൻ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നതും. ഇതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയ തലമുറയിൽ കാണുന്ന ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ്, പിന്നെ ഇതിനിടയിൽ കാണുന്ന കുട്ടികളുടെ സാമൂഹികവും മാനസികവുമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ പുതിയ കാലത്ത് വിദേശത്ത് നിന്നല്ല നമ്മുടെ നാടുകളിലൊക്കെ ഇത് വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രണയബന്ധങ്ങൾ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും. ഇത് പ്രണയബന്ധങ്ങളിൽ മാത്രമല്ല, ഇനി വിവാഹം കഴിഞ്ഞ ആളുകൾക്കിടയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ, അമിതമായ പൊസസീവ്നെസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സംശയരോഗം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചില റിജക്ഷനുകളെ അക്സെപ്റ്റ് ചെയ്യാൻ പാകപ്പെടാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ തരത്തിൽ കുട്ടികളെ സാമൂഹികമായും മാനസികമായും ബോധവൽക്കരിക്കുകയും അവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് പോലെയുള്ള കാര്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് നമുക്ക് മുന്നിൽ സംഭവിച്ചിരിക്കുന്നത്. ആ നിലക്കാണ് അതിനെ മനസ്സിലാക്കേണ്ടതും. അത് വളരെ ലാർജായി ഒരു ഉസ്ബെക്കിസ്ഥാനിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എന്ന നിലക്കല്ല, പുതിയ കാലത്ത് നമ്മുടെ പുതിയ തലമുറ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ വൈകാരികമായ പക്വതയില്ലായ്മ, മാനസികാരോഗ്യമില്ലായ്മ, പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, ഈ തരത്തിൽ മനസ്സിലാക്കുകയും അത്തരത്തിൽ തന്നെ അതിന് പരിഹാരങ്ങൾ കാണുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു പ്രശ്നത്തെയാണ് സങ്കീർണമായ ഒരു വിവാദത്തിലേക്ക് വലിച്ചേക്കാൻ വേണ്ടി വ്യാജമായ പ്രചാരണങ്ങൾ നടത്തുകയും വർഗീയ മുതലെടുപ്പിന് ഒരു പെൺകുട്ടിയുടെ മരണത്തെപ്പോലും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പുതിയ വർത്തമാന രാഷ്ട്രീയ സാഹചര്യം, ഇതിലെങ്ങനെയാണ് പല വാർത്തകളും നമുക്ക് മുന്നിലെത്തുന്ന പല വാർത്തകൾ, സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന പല പ്രചാരണങ്ങൾ, ഇതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഏകദേശം അതിൻ്റെ കാര്യങ്ങൾ ഇതുപോലെയൊക്കെ ആയിരിക്കും. ആലോചിച്ച് നോക്കൂ, അവിടെ ഈ പറഞ്ഞ 15ഓളം കോൺട്രാക്ടർമാരിൽ 1-2 കോൺട്രാക്ടേഴ്സ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം മുസ്ലിങ്ങൾ പോലുമല്ല. ഉസ്ബെക്കിസ്ഥാനിൽ മൊത്തം യൂണിവേഴ്സിറ്റികളുടെ കോൺട്രാക്ടേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയൊരു ശതമാനവും മുസ്ലിങ്ങളല്ലാത്തവർ, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അതിൽ നിന്ന് നമ്മൾ മതം തിരിച്ച് അന്വേഷിക്കേണ്ടത് പോലുമില്ല. ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ നമ്മൾ അത്തരത്തിൽ അതിനെ അന്വേഷിക്കാൻ നിർബന്ധിതരായതാണ്. അതിൽ തന്നെ ഇപ്പോൾ താഷ്കന്റ് യൂണിവേഴ്സിറ്റിയിലായാലും സമർക്കന്ദിലായാലും ബുഖാറയിലായാലും ഏറ്റവും കൂടുതൽ, ഉസ്ബെക്കിസ്ഥാനിൽ മാത്രമല്ല കസാക്കിസ്ഥാനിലുൾപ്പെടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന
കമ്പനികൾ എന്നത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെയുള്ള BJP നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ളതുമാണ്. അവർ തന്നെയാണ് ഇത്തരം രാജ്യങ്ങളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കും. കേരളത്തിൽ പോലും വർക്ക് ചെയ്യുന്ന പല കമ്പനികളും അത്തരത്തിലുള്ള കോൺട്രാക്ടേഴ്സിൻ്റെ സബ് ഏജൻസികളാണ്. വസ്തുത ഇതായിരിക്കെ ഇപ്പോൾ അതിൽ 1-2 കമ്പനികളൊക്കെയാണ്, വളരെ കുറവാണ്. മലയാളികളായാലും ഇനി മലയാളികളല്ലാത്ത നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ പോലും ഈ മേഖലയിൽ ഇത്തരം സെൻട്രൽ ഏഷ്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളുടെ കോൺട്രാക്ടേഴ്സിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ വളരെ വിരളമാണ്. കൂടുതലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നല്ലാത്ത ആളുകളാണ്. അതിൽ തന്നെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന കമ്പനികൾ എന്നത് BJP നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ശക്തരായൊരു കൂട്ടരാണ് ഈ ഡോക്ടർ രാജും ദിവ്യ രാജും നേതൃത്വം നൽകുന്ന നിയോ എന്ന് പറയുന്ന കമ്പനി. പ്രത്യേകിച്ച് ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടേഴ്സാണ് അവർ. അതിൻ്റെ കീഴിലാണ് ഈ കുട്ടികൾ പോകുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്കിടയിലുള്ള പ്രണയം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൽ സംഭവിച്ച ഈ ദാരുണമായ സംഭവം, ഇതിനൊക്കെ ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ ഇവരെന്താ മനസ്സിലാക്കിയത്? അവിടെ MBBSന് പോയിട്ട് 5-8 മാസമായ കുട്ടികൾ പിന്നെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് നിന്ന് മതം മാറാൻ പറയുന്നു. മതം മാറില്ല എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് എടുത്ത് തലക്കടിക്കുന്നു. ഇവർ ദിവസങ്ങളായി, കാലങ്ങളായിട്ട് ഇവർ തമ്മിലുള്ള പ്രണയബന്ധങ്ങളുണ്ട്. പിന്നെ ഇവരൊരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതും ഇവരധികവും ഒരുമിച്ച് കാണാറുണ്ട് എന്നും, ഇവള് പലപ്പോഴും ഇവൻ്റെ കൂടെ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് എന്നും, ഇതിനു മുമ്പും ഇവനിൽ നിന്ന് ഇത്തരം അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അവിടുത്തെ പോലീസ് സംവിധാനങ്ങളിൽ നിന്നും മറ്റുമൊക്കെ അറിയുന്നു. ഭയങ്കരമായിട്ടുള്ള ടോക്സിക് റിലേഷൻ, അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനാ തരത്തിൽ മനസ്സിലാക്കുകയും അത്തരത്തിൽ തന്നെയുള്ള പരിഹാരങ്ങൾ കാണുകയും ചെയ്യേണ്ട ഒരു വിഷയമാണിത്. അല്ലാതെ ഇതിൽ പ്രശ്നം എന്നുള്ളത് ബുഹാറയോ ഉസ്ബെക്കിസ്ഥാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമല്ല. ഇപ്പോൾ ശശികല ടീച്ചറുടെ വീഡിയോ റഷീദ് അലി തങ്ങളൊക്കെ പ്രതി ചേർത്തുകൊണ്ട് ഒരു ബന്ധമില്ല. റഷീദ് അലി തങ്ങൾക്കൊന്നും ഈ വിഷയമായിട്ട് ഒരു ബന്ധമില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ കീഴിൽ പല രാജ്യങ്ങളിലേക്കും കുട്ടികൾ പോകാറുണ്ട് എന്നറിയുന്നു. അവർക്കാവശ്യമായ ഹോസ്റ്റൽ സംവിധാനങ്ങളും മെസ്സ് സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കുന്നുണ്ട്. ഇതല്ലാതെ ഒരു ബന്ധവും ഈ സംഭവമായിട്ടോ ഈ കുട്ടികളുമായിട്ടോ റഷീദ് അലി തങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ കമ്പനിക്കോ ഒന്നുമില്ല. പക്ഷേ ഇതിനൊക്കെ വേറൊരു തരത്തിലേക്ക് വലിച്ചു കൊണ്ടുവരികയും നമ്മുടെ നാട്ടിലെ സമാധാനപരമായ സൗഹാർദ്ദപരമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തെ തകർത്ത് കുട്ടിച്ചോറാക്കി കാണണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രങ്ങൾ, ഇവിടെയുള്ള ഉത്തരവാദപ്പെട്ട MLA-മാരുൾപ്പെടെ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും മറ്റുമൊക്കെ BJP-യുടെ നേതാക്കൾ മാത്രമല്ലല്ലോ, ജനപ്രതിനിധികൾ കൂടിയാണ്, നമ്മുടെ നിയമസഭയിൽ അംഗങ്ങൾ കൂടിയാണ്. അവർ പോലും നിരുത്തരവാദപരമായി ഈ സംഭവത്തെ കൈകാര്യം ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളോട്, വിദ്യാർത്ഥികളോട്, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, ഇവരോടെല്ലാം ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. ഒരു മരണത്തെപ്പോലും എങ്ങനെയാണ് ഒരു മനുഷ്യർക്ക് വളരെ നെറികെട്ട രാഷ്ട്രീയ ആയുധങ്ങൾക്ക്, വർഗീയ പ്രചരണങ്ങൾക്ക്, വർഗീയ മുതലെടുപ്പിനുള്ള ആയുധമാക്കി ഉപയോഗിക്കാൻ കഴിയുക എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അല്പമെങ്കിലും മനുഷ്യത്വമുള്ള ആളുകൾക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം കൂടിയാണിത്. ആയിരക്കണക്കിന് കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്തരം വിദേശത്ത് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ കുട്ടികളുടെ കാര്യത്തിൽ പാരൻസിന് വേണ്ട ഒരു അവയർനെസ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത ഉണ്ടാവുകയും അവരുടെ സുരക്ഷിതത്തിനാവശ്യമായ കാര്യങ്ങൾ. ഇനി ഇത് വിദേശത്ത് മാത്രമൊന്നുമല്ല നടക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ഒരു യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ബാംഗ്ലൂരിൽ പ്രസിഡൻസി യൂണിവേഴ്സിറ്റി പോയ സമയത്ത് ഭയങ്കര ശക്തമായ സെക്യൂരിറ്റി സംവിധാനങ്ങൾ, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും നമ്മൾ പ്രീ അപ്രൂവൽ എടുക്കണം. നമ്മൾ ID പ്രൂഫുകൾ, ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ID പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അപ്രൂവൽ എടുത്ത് പിന്നെ അത് അവിടുന്ന് പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ സെക്യൂരിറ്റി നമ്മുടെ ഉള്ളിലേക്ക് പോലും കടത്തിവിടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, ഇതിനു മുമ്പ് അവിടെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിനി പിന്നെ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് അവർ ബ്രേക്കപ്പായി. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അതിനോടുള്ള പക തീർക്കാൻ വേണ്ടി കാമുകൻ ക്യാമ്പസിൻ്റെ അകത്ത് വന്ന്, കുട്ടി പഠിക്കുന്ന കോളേജിൽ വന്ന് ഈ കുട്ടിയെ കുത്തിക്കൊന്നു. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ പല കോളേജുകളിൽ, നാട്ടിൻപുറങ്ങളിൽ ഒക്കെ സംഭവിക്കുന്ന, ഇപ്പം കുട്ടികളൊരു ഹെൽത്തി ബ്രേക്കപ്പ് പരിശീലിപ്പിക്കുക, അതിന് പാകപ്പെടുത്തുക, അതിനാവശ്യമായ വിദ്യാഭ്യാസം നൽകുക, മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ആലോചിക്കുക. ഈ തരത്തിലാണ് ഇതിനാലോചിക്കേണ്ടത്.
അപ്പോൾ ആ തരത്തിലൊന്നും ഇതിനെ മനസ്സിലാക്കാനുള്ള ശേഷി പോലുമില്ലാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾ അല്ലെങ്കിൽ ചില MLA-മാർ എന്നത് ഖേദകരമാണ്. എങ്ങനെയാണ് ഇവരൊരു നാടിനെ നയിക്കുക? ഇപ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ സംഭവങ്ങളിലും എങ്ങനെയെങ്കിലും ഒരു മതം അങ്ങോട്ട് കുത്തിക്കയറ്റുക. അപ്പം ഇതിൽ ഒരു കാരണവശാലും ആ കുട്ടിയോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നെറികെട്ട മുതലെടുപ്പുകൾക്ക് കൂട്ടുനിൽക്കാതിരിക്കുക എന്നതാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. ഞാൻ ആ കുട്ടിയുടെ വേദനയിൽ പങ്കുചേരുന്നു. ആ കുടുംബത്തിന് ക്ഷമയുണ്ടാവട്ടെ. ഈ കൊല്ലപ്പെട്ട കുട്ടിക്കും അവരുടെ കുടുംബത്തിനും തീർച്ചയായും നീതി ലഭ്യമാക്കണം. അർഹിക്കുന്ന എല്ലാ ശിക്ഷയും പ്രതിക്ക് വാങ്ങിക്കൊടുക്കുകയും വേണം. അതേസമയത്ത് ഇതിനെ വർഗീയമായ മുതലെടുപ്പുകൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന, അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇതിപ്പോൾ ദേശീയ തലത്തിലുള്ള നമ്മൾ ഉറുദു, അതുപോലെ ഹിന്ദി, പിന്നെ ഇംഗ്ലീഷ് വ്ളോഗേഴ്സിൻ്റെയും മറ്റു പലരുടെയും സംഘപരിവാർ സ്വഭാവമുള്ള ആളുകൾ, ഇവരൊക്കെ ദേശീയ തലത്തിൽ ഇത് വ്യാപകമായി ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. കേരള സ്റ്റോറിയിലേക്ക് കണക്ട് ചെയ്ത്, ആ ഫിലിമുമായി കണക്ട് ചെയ്ത് അതിനെ ഒരു വാസ്തവീകരിക്കാനുള്ള ഉദാഹരണമായിട്ട് ഇതിനവർ കൊണ്ടുവരികയാണ്. അപ്പം ഇതിനെ മലയാളികൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നം കൂടിയാണത്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള പ്രവണതകൾ അനുവദിക്കരുത്. ഏത് ശശികല ടീച്ചറാണെങ്കിലും MLA-മാരായിട്ടുള്ള BJP നേതാക്കളാണെങ്കിലും ഇത്തരത്തിൽ വർഗീയ മുതലെടുപ്പുകൾക്ക് ശ്രമിക്കുന്ന, കേരളത്തിൻ്റെ മുഖച്ഛായയിൽ കളങ്കമേൽപ്പിക്കാൻ വേണ്ടി അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ കൂടി നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനമായി പറയുന്നത്, ഇത്തരം സംഭവങ്ങളെ നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിലെടുത്ത് കുട്ടികൾക്ക് സാമൂഹികവും മാനസികവുമായ പക്വതയുണ്ടാക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് പുതിയ കാലത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരും സാമുദായിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും എല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അതിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അതല്ലാത്ത എല്ലാ പ്രചരണങ്ങളെയും വേണ്ട രൂപത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.